Hi guys, welcome back to another vlog. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ഐക്യ നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ. ഒരു 10 മിനിറ്റ് Maximum. സ്കൂട്ടറിലാണെങ്കിൽ 5 മിനിറ്റ്, നടന്നു പോകാനാണെങ്കിൽ 15 മിനിറ്റ് മാക്സിമം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നിങ്ങളെയൊക്കെ ഒന്ന് ഐക്യ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റൈമയും ലാമിയും അവിടെ ഉണ്ട്, അപ്പോൾ അവരെയും കൂട്ടി നമുക്ക് ഐക്യ വരെ പോയിട്ട് വരാം. സോ വരികയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ലാമിയ ആൻഡ് റീമോ. ഹായ് പറ. ഹായ് ഗൈസ്. അപ്പം പിള്ളേർ രണ്ടുപേരെയും ഐക്യെന്ന് കിട്ടിയിരിക്കുകയാണ്. ബാക്കി നമുക്ക് പിന്നെ കാണാം. 40 വയസ്സായുള്ള പിള്ളേര്, 40-50 വയസ്സായ നമ്മള് ഈ വഴിയാണ് പോണ്ടത്. ഞാൻ ആ വഴി, അത് ഫുഡ് കോട്ടാ. അത് ലാസ്റ്റ് അവര് പറഞ്ഞിട്ടുണ്ട് അതിന് സ്വാഭാവികം വിളിക്കും, പക്ഷെ കാര്യമില്ല. നമുക്ക് ഈ വഴി പോയിട്ട് ഇപ്പോഴല്ല എന്താണ് സോറി. നല്ല ലൈറ്റാണ്, രസമുണ്ട്, നല്ല രസമുണ്ട്. എന്താണ് ലാമി വർക്ക് സ്പേസ് സെറ്റപ്പ് ചെയ്താണ്. ലാമി ഇരുന്ന് പണിയെടുത്തോട്ടോ. അപ്പം ലാമി ഒരു കാര്യം ചെയ്തോട്ട് ഇരുന്ന് പണിയെടുത്തോ, ഞങ്ങള് പിന്നെ പോയിട്ട് വരാം. ഓക്കെ. We need English subtitles needed. ഇത്തിരി എവിടേക്കോ എന്തൊക്കെയോ പരിഷ്കാരിയാണ്. അതെ, പരിഷ്കാരിയാണ്. ഞങ്ങള് ജനിച്ചത് വളർന്നതൊന്നും കേരളത്തിലല്ല, അതുകൊണ്ട് നല്ലത് മീഷോയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കേട്ടോ. ഫ്ലിപ്കാർട്ട് വരെ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഓൾസോ. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവര് ഐക്യയിൽ വന്നിട്ടാണ് മീഷോ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ആൾക്കാർ പിടിച്ചിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ വന്നത് ഒരു എക്സ്പീരിയൻസിനാണ്, സാധനം വാങ്ങാൻ. തിന്നോളൂ മൈക്ക്. ലാമി എന്ത് പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്? പകരം നമ്മ മൊത്തം ക്യാബിനറ്റ് അങ്ങ് വലിക്കുക. ഇതാണ് പുതിയ ഐറ്റം. ഇത് വളരെയധികം നന്നത്. നിനക്ക് മനസ്സിലാട്ടെ, ഇത്ര ഉള്ളു. ഒരു സീറോ കൂടെ കൂട്ടായിരുന്നു. 24 എങ്കിലും വേണം. വരുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങള് ഒരു ഹൈടെക് കടയില് ബേൽപൂരി. അല്ല, ലാമിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ആ ബേൽപൂരിയിൽ അങ്ങേര് എന്തോ കലക്കി കൊടുത്തിട്ടുണ്ട്. എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചായയിലാവാനാണ് ചാൻസ്. ബേൽപൂരി ഞാൻ കഴിച്ചായിരുന്നു. ചായ ഞാൻ കുടിച്ചില്ല, അവള് മാത്രമേ കുടിച്ചുള്ളൂ. ബയ്യയുടെ ചായ കുടിച്ചോ? ലുലുമാളാണോ ലാമി? ഇത് ലുലുമാളാണോ? എന്താ ലാമി ഇതില് കിട്ടുന്നുണ്ടല്ലേ? ലാമി അപ്പോ ലൈറ്റ് പറയാതെ നമ്മൾ മേടിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, അതുകൊണ്ട് മാത്രം മേടിക്കാത്ത, അല്ലാതെ നമ്മളിത് എപ്പോഴും മേടിച്ചത്. എന്നെ നോക്ക് ലാമി, ചിരിച്ചി. ലാമി ക്യൂട്ടായിട്ടുണ്ടല്ലേ? ലാമി ക്യൂട്ട്നെസ്, അത് കൊറേ ബ്ലഷ് ഇട്ടോണ്ട്. എന്തിനാ വെറുതെ കുട്ടിനെ ഇങ്ങനെ പറയണേ? ഇവിടെ ഫോട്ടോഷൂട്ട് ആണ്. ഒരു ലാമി ഇവിടെ അടുത്ത് ലാമി. ലാമി, will you be my Valentine? ഇല്ല, അത് പറ്റില്ല. പക്ഷെ പൂ എനിക്ക് തന്നോ? താഴെ പോകുമ്പോ ബില്ലടിച്ചോളാം. ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഈ ആരോ അനുസരിച്ച് വേണം നമുക്ക് പോവാൻ. വഴി തെറ്റാതെ നമ്മൾ ഈ ആരോ കൊണ്ടുപോകും. ഇതാണ് ആരോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതുപോലെ വഴി തെറ്റിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തോന്നി വഴി കൂടെ പോകും കേട്ടോ. വഴിതെറ്റി നമ്പർ 1, വഴിതെറ്റി നമ്പർ 2, വഴിതെറ്റി നമ്പർ 3. ഇവരുടെ അഴുക്ക് പറ്റിയ സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. എന്നിട്ട് 10 ഇയർ വാറണ്ടി. 10 ഇയർ വാറണ്ടി. ഓൾറെഡി കൈവച്ച് പെയിന്റ് തേച്ച സാധനം. മഞ്ഞ ലാമിയാണ്. നല്ല കംഫർട്ടബിൾ ആണ്, കൊള്ളാം, രസമുണ്ട്, നല്ല രസമുണ്ട്. അടിയിൽ കുഷൻ ഉണ്ട്, എലാസ്റ്റിക് ആണെന്നോ. നമ്മൾ ഇരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് ഇങ്ങനെ വെട്ടൊരു ചായ ഒക്കെ കുടിച്ചിങ്ങനെ. ചായ അവിടെ ഇല്ല, അത് പറഞ്ഞ എണീക്കാം. ഗൈസ്, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗ്രീൻ ഫ്ലാഗ് ആണോ? അതുകൊണ്ടൊന്നുമല്ല, ശ്വേതയ്ക്ക് ലേസ് കിട്ടാറില്ല. പിന്നെടാ, എനിക്ക് കേട്ടറിയാം. വേഗം ആവട്ടെ. പഠിപ്പിച്ചില്ല.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേണോ? യു ഷേപ്ഡ് സോഫ 7 സീറ്റ് 7 ആൾക്ക് ഇരിക്കാം. ഇങ്ങനെയാണ് എക്സ്ട്രാ സോഫ്റ്റ് ആണ്. 1 ലക്ഷം ഉള്ളൂ. എക്സ്ട്രാ സോഫ്റ്റ് വേണ്ടല്ലേ? മീഡിയം ഫേം ഉള്ളൂ 94,000 രൂപ. വേണ്ട റിസൾട്ട് ഉള്ളൂ. സോറി ഓപ്ഷൻസ് പോലെ വാ പോവാം. ഓക്കെ. ചപ്പാത്തി വേണോ ഗൈസ്? ഒരു ചപ്പാത്തി വേണോ 2 ചപ്പാത്തി വേണോ? 2 വേണം. 2 വേണമെങ്കിൽ നമുക്കൊന്നും ഇങ്ങനെ ഇതാക്കാം. ഇനി അത് ഓൾറെഡി പോയി കിടക്കും. രണ്ടാമത്തത് അടി പിടിച്ചു. അപ്പൊ നമുക്ക് ചപ്പാത്തി പിടിച്ചിട്ട് കൊള്ളില്ലാട്ടോ, കുറച്ച് ചൂടാക്കാൻ വേണ്ടി. എന്താ സംഭവം? കൊക്കോട. കൊക്കോടയോ? ഇതിനെന്താ പറയാ? മറ്റേതോ? ഇതിനോ? ഞങ്ങള് കൊക്കോടാന്ന് പറയും. അല്ല, അത് മുറുക്ക്, മറ്റേത് കൊക്കോട. ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യൂ. നമ്മളെ റേമയുടെ ക്ലൂസിംഗ് കാണാൻ പോവാം. പൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഐക്യ സന്ദർശനം അവസാനിപ്പിക്കുകയാണ്. അതെ, അങ്ങനെ ഐക്യ സന്ദർശനം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഏറ്റവും നല്ലത് ഇപ്പൊ ഇവിടെ തീർന്നിരിക്കുന്നത് കാണുക. ചുമ്മാ ഒരു തവണ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അതും പകുതി. അത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമുക്ക് കുറെ ഐഡിയസ് കിട്ടും, ഇങ്ങനെ വീട് പണിയാം, ഇങ്ങനെ നമുക്ക് ഇന്റീരിയർ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്നിട്ട് വെളിയിൽ നിന്ന് പോയി വല്ല സാധനം മേടിക്കണം, ഇവിടുന്ന് മേടിക്കണം. മീഷോ അത് ഇവിടുത്തെ സാധനം വാങ്ങാനാണോ? നോ താങ്ക്സ്. അപ്പൊ ഇവിടുന്ന് സാധനങ്ങൾ നമ്മൾ നോക്കാം, അപ്പൊ ഒരു ഐഡിയ കിട്ടും. റെയിൽവേയിലൊന്നും പറയാതെ നമ്മൾ പുറത്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ സെറ്റപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. തരാ.